ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനോമലി സ്കാനിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവം. എന്താണ് അനോമലി സ്കാനിനെ കുറിച്ചിട്ടുള്ള അനുഭവം, അതുപോലെ അനോമലി സ്കാനിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ്, എന്തിനാണിത് ചെയ്യുന്നത്, പ്രഗ്നൻസി ടൈമിൽ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതെന്നൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിലിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി പീരീഡിലെ തേർഡ് സ്കാനിങ് ആണ് അനോമലി സ്കാൻ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ട്രാൻസ് അബ്ഡോമിനൽ ആയിട്ടാണ് ഈ സ്കാൻ ചെയ്യാറുള്ളത്. അതായത് നമ്മൾ നോർമലി നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് സെക്കൻഡ് സ്കാനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, വയറിൻ്റെ മീതെ കൂടെയുള്ള സ്കാൻ, അതുപോലെ തന്നെയാണ് ഈ അനോമലി സ്കാനും നമുക്ക് ചെയ്യാറുള്ളത് കേട്ടോ. സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രകാരം ഫീറ്റസിന്, അതായത് ബേബിക്ക് ഉണ്ടാകുന്ന 90% ഡിഫക്ട്സും നമുക്ക് ഈ സ്കാൻ ത്രൂ അറിയാനായിട്ട് സാധിക്കുമെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ഈ അനോമലി സ്കാനിങ് എന്ന് പറയുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സ്കാനാണ്. ഡോക്ടേഴ്സ് അത് പറയുകയും ചെയ്യും കേട്ടോ നമ്മുടെ അടുത്ത്. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എപ്പോഴാണ് അനോമലി സ്കാൻ ചെയ്യുന്നതെന്ന്. ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട്, അതായത് നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയും എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി 5th മന്തിലാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യാറുള്ളത്. വീക്സ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ 18 to 22 വീക്സിന് ഉള്ളിൽ ആണ് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് ഈ സ്കാൻ ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ, അതായത് ഈ 5th മന്തിൽ 18 to 22 വീക്സ് കാലയളവിനുള്ളിൽ ബേബിയുടെ, അതായത് ഫീറ്റസിൻ്റെ ഒരുവിധ എല്ലാ ഓർഗൻസും, അതായത് ഫേസ്, ഹാർട്ട്, അവരുടെ കിഡ്നി, ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, അതുപോലെയുള്ള എല്ലാ ഓർഗൻസും, ലെഗ്സ്, ഹാൻഡ്സ് ഒക്കെ ഒരുവിധം എല്ലാം ഫോം ആയിട്ടുണ്ടാവും, ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സ്കാൻ ത്രൂ അതിനെന്തെങ്കിലും അബ്നോർമാലിറ്റീസോ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ സ്കാൻ ത്രൂ ഒരു 90% നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും എന്നാണ് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ അനോമലി സ്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബേബിയുടെ ചുറ്റുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ അത് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഡോക്ടേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാനും കൂടെ ഈ സ്കാൻ ത്രൂ സാധിക്കും. ഇപ്പോൾ ബേബിയുടെ എല്ലാ ഓർഗൻസും ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മദറിൻ്റെയും പെൽവിക് ഓർഗൻസ്, യൂട്രസ്, സെർവിക്സ് എല്ലാം ഡോക്ടേഴ്സ് ഇവാലുവേറ്റ് ചെയ്യും കേട്ടോ ഈ സ്കാനിങ്ങിൽ. ഇപ്പോൾ ഈ സ്കാനിങ് ത്രൂ നമ്മുടെ ബേബിക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഓർ അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളത് ഡോക്ടർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓർ സം അതർ കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫീറ്റൽ തെറാപ്പിയിലൂടെ സോൾവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട്, പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് അത് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് അനോമലി സ്കാനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അനോമലി സ്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ എനിക്കുണ്ടായ, അതായത് എൻ്റെ അനോമലി സ്കാനിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അനോമലി സ്കാൻ നടന്നത് 20 വീക്സും 5 ഡേയ്സും ഉള്ളപ്പോഴായിരുന്നു എനിക്ക് അനോമലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അനോമലി സ്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് തരും. അപ്പോൾ ഞാൻ ആക്ച്വലി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ജ്യോതി മേരി ജോസിനെയാണ്. പക്ഷേ ഡോക്ടർ എനിക്ക് അനോമലി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈമർ ഹോസ്പിറ്റലിലേക്കാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ലിബി മാഡം ആണ് എനിക്ക് അനോമലി സ്കാൻ ചെയ്തത് കേട്ടോ. അപ്പം ചെയ്ത ടൈമിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് 3 times സ്കാനിങ് ചെയ്യേണ്ടി വന്നു. സെയിം ഡേയിൽ തന്നെ 3 തവണയായിട്ടാണ് സ്കാനിങ് ചെയ്തത്. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എനിക്ക് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനോമലി സ്കാനിൻ്റെ ടൈമിൽ ബേബി ഡൗൺ ആയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസ് നമുക്ക് ഇതാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്കാൻ ചെയ്യാൻ കയറി ഫേസും ഹെഡും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇൻറ്റേർണൽ ഓർഗൻസ് ഇങ്ങനെ കമന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അവർക്ക് വിസിബിൾ ആവുന്നില്ല. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് പോയി നടന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബേബി ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്ന് നടന്ന് തിരിച്ചു വരാനൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്.
അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നടന്ന് തിരിച്ചു വന്നിട്ടും ജ്യൂസൊക്കെ കുടിച്ച് നോക്കിയിട്ടും ബേബിയുടെ പൊസിഷനും ഒരു ചേഞ്ചസും ഇല്ല. അതുപോലെ തന്നെയാണ് ബേബി കിടക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചതിന് ശേഷം എഗെയിൻ കയറിയപ്പോഴാണ്, മൂന്നാമത്തെ പ്രാവശ്യം കയറിയപ്പോഴാണ് ബേബിയുടെ ഫേസൊക്കെ നമുക്ക്, അതായത് ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില കേസസിൽ മാത്രമാണ് അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ സ്കാനിങ് കഴിയും. എനിക്കത് കഴിയാതിരുന്നതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി ഡൗൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് അനോമലി സ്കാൻ കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഞാൻ നോക്കാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബിയുടെ ഹാർട്ട് റേറ്റ്, അതുപോലെ നമ്മുടെ പ്ലാസൻ്റയുടെ പൊസിഷൻ, പിന്നെ അതുപോലെ ബേബിയുടെ വെയിറ്റ് ഒരു മെയിൻ ഫാക്ടറാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പം ഈ റിപ്പോർട്ട് പ്രകാരം ബേബിയുടെ ഹാർട്ട് റേറ്റ് പറയുന്നത് 153 BPM ആണ്. അതായത് എൻ്റെ ബേബിയുടെ ഹാർട്ട് റേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ പ്ലാസൻ്റെ പൊസിഷൻ എനിക്ക് പോസ്റ്റീരിയർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പ്ലാസൻ്റെ മുകളിൽ വരണം, ഇതിപ്പം ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സ്കാന് ഒരു റിവ്യൂ സ്കാൻ, ഗ്രോത്ത് സ്കാൻ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആഫ്റ്റർ 1 മന്തിന് ശേഷം, അതായത് 7th മന്തിലാണ് ഇനി എനിക്ക് 7th മന്തിലാണ് കേട്ടോ ഇനി എനിക്ക് സ്കാനിങ് റിപ്പീറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ പോയിട്ട് നമുക്ക് ഒരു വട്ടം കൂടി സ്കാൻ ചെയ്ത് നോക്കണം, ഗ്രോത്ത് സ്കാൻ ചെയ്യണം. അതുപോലെ പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് നമ്മൾ നോക്കാം. ലാസ്റ്റ് മെൻസസ് പീരീഡ് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൽ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും സ്കാനിങ് കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ട്സ് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയും. അല്ലാത്ത പക്ഷം നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് കുറേ ഇങ്ങനെ കയറി ചകഞ്ഞ് ബുദ്ധിമുട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമലാണ്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയും. അല്ലാതെ നമ്മൾ പേടിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. സിമ്പിളായിട്ട്, അതായത് കൂളായിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാവും, എനിക്കറിയാം എല്ലാ മദേഴ്സിനും ഉണ്ടാവുന്നതാണ് ഈ സ്കാനിങ്ങിൻ്റെ ടൈമിൽ വരുന്ന ടെൻഷൻസും കാര്യങ്ങളൊക്കെ. ഒരു പേടിയൊക്കെ നമുക്ക് ഉണ്ടാവും, പക്ഷെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം നോർമലായിരിക്കും. എല്ലാം ഒരു പോസിറ്റീവ് വൈബിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയുന്നത് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും നല്ലൊരു ടൈമാണ് ഈ അനോമലി സ്കാനിൻ്റെ ടൈം. നമുക്ക് ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ 5th മന്ത് തുടങ്ങി നമ്മൾ ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിഞ്ഞു തുടങ്ങും. പിന്നെ നമുക്ക് അനോമലി സ്കാനിൽ നമുക്ക് ബേബീനെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ബേബി മൂവ് ചെയ്യണതൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ നല്ലൊരു കാലഘട്ടമാണ് ഈ പ്രഗ്നൻസി പീരീഡിൽ ഈ 5th മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും അനോമലി സ്കാനിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസും എന്താണ് അനോമലി സ്കാൻ എന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയും ഒരുപാട് കണ്ടൻസും പ്രഗ്നൻസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.